നിലമ്പൂരിൽ വലിയൊരു ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിരിക്കുന്നത്. 11,000 എന്ന് പറയുന്നത് നിലമ്പൂരിലെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ചെറുതല്ല. കാരണം 1,000 കോടി 6,000 വോട്ടിനൊക്കെയാണ് ജയിച്ചിട്ടുണ്ട്. പിന്നെയും എന്തിനാണ് ചിലർക്ക് അൻവർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പിന്നെയും പറയുന്നത്? വിജയത്തിനെ മാറ്റി ഉറപ്പിക്കുന്നതല്ലേ? അല്ല, അതൊന്നും ആരും ഇനി പറയില്ല. അത് പറഞ്ഞവരെല്ലാം അത് മാറ്റി പറഞ്ഞിട്ടുണ്ട്. ഇനി ആരും അത് പറയില്ല. ഞാൻ പറഞ്ഞല്ലോ, അത് UDF എടുത്തൊരു തീരുമാനമാണ്. ആ വാതിൽ അടച്ചു. പിന്നെ ഇപ്പോ അത് മുൻഗണനയിലൊന്നുമില്ല. ആ വിഷയം നമ്മുടെ മുൻഗണനയിലൊന്നും പ്രയോറിറ്റിയിലൊന്നും ആ വിഷയം ഇപ്പൊ ഇല്ല. അല്ല, ഏതെങ്കിലും കാലത്ത് അങ്ങനെ ആ വിഷയം വന്നാൽ അപ്പൊ UDF കൂടി അത് ചർച്ച ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇപ്പൊ ഇല്ല. എന്തായാലും ദാറ്റ് ഡോർ ഈസ് ക്ലോസ്ഡ്. ഞാൻ പറഞ്ഞു, അതെല്ലാവരും അതൊക്കെ എല്ലാവരും കറക്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ അഭിപ്രായം. അതിനൊക്കെ ഞാൻ എങ്ങനെ മറുപടി പറയുന്നത്? ഓരോരുത്തർ വ്യക്തിപരമായി പറയുന്ന ഇത്ര വലിയ പ്രസ്ഥാനമാണ് ഇതൊക്കെ. ആരെങ്കിലും നിങ്ങൾ അതിൽ നിന്ന് ചിലപ്പോൾ അടത്തിയെടുത്തായിരിക്കും. ഞാൻ കണ്ടില്ല അത്. അദ്ദേഹത്തിനൊക്കെ അല്ല, അദ്ദേഹം എന്നോട് സംസാരിച്ചിട്ടുണ്ടല്ലോ. നല്ല ക്ലാരിറ്റി ഉള്ള ആളാണ് ഡോക്ടർ MK മുനീർ. നല്ല ക്ലാരിറ്റി. എന്നോട് സംസാരിച്ചപ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. നല്ല കൃത്യമായിട്ട് ആ നിലപാട് UDF എടുത്ത സമയത്ത് അദ്ദേഹം വളരെ വ്യക്തതയോടുകൂടി ഈ കാര്യങ്ങൾ എന്നെ കൂടി അദ്ദേഹം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായം അതാണ്. ഞാൻ എന്നോട് പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. എല്ലാ കാര്യത്തിലും വ്യക്തതയുള്ള ആളാണ് അദ്ദേഹം. അത് വേറെ ഈ തോറ്റയിന്റെ ക്ഷീണം അതല്ല, ഈ തോറ്റയിന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം സംഘടനകൾ ഇപ്പോ പ്രവാചകന്റെ ഇതിലല്ലേ എല്ലാവരും കൂടി ഒരുമിച്ചായ പോലെ ഒരുപാട് സംഘടനകളുണ്ട്. മുസ്ലിം സംഘടനകൾ, സുന്നി സംഘടനകൾ തന്നെ 2 എണ്ണമുണ്ട്, മുജാഹിദ് 3 എണ്ണമുണ്ട്, ജമാഅത്ത് ഇസ്ലാമി വേറെയുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ 6 സംഘടനകളുടെ ആവശ്യം ഉണ്ടായിരുന്നു. അത് നിങ്ങൾ സിമ്പിളായിട്ട് ചെയ്യും. അവരൊക്കെ തമ്മിൽ ആശയപരമായ ചില കാര്യങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസവും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണല്ലോ അവർ വേറെ സംഘടനയായിട്ട് നിൽക്കുന്നത്. അതിലൊക്കെ ഞാനെങ്ങനെ മറുപടി പറയുന്നത്? അല്ലല്ല, എന്റെ പരാമർശത്തെ കുറിച്ച് അവരാരും പറയില്ല. ഇല്ല, അതൊക്കെ ഓരോ വ്യക്തികളല്ലേ. അതിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരു മറുപടിയും കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങളുടെ അഭിപ്രായമല്ല, അവരുടെ വ്യക്തിപരമായ അഭിപ്രായം. ഞാൻ പറയേണ്ടി വന്നിട്ടില്ല. അതൊക്കെ ഇലക്ഷൻ കാലത്ത് കുറെ ഓടിച്ചു നോക്കിയതാണ് സാധനം. ഇത് ഭയങ്കരമായിട്ടൊന്ന് ഓടിച്ചു നോക്കിയതാണ്. അവരുടെ മെയിൻ നറേറ്റീവ്, പൊളിറ്റിക്കൽ നറേറ്റീവിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ, ഈ മോളിൽ കിടന്ന് കാണിക്കുന്നതൊന്നുമല്ല. നിങ്ങൾ ചില ചാനലുകളുണ്ട് ആ കൂട്ടത്തിൽ ഇല്ലാത്ത കഥയൊക്കെ ഉണ്ടാക്കി രാവിലെ ഒരു വാർത്തയില്ലെങ്കിൽ ആകാശത്ത് നിന്ന് മറ്റേ ഭസ്മം ഉണ്ടാക്കുന്നത് പോലെ പുതിയ വാർത്തകൾ സൃഷ്ടിച്ച് നിങ്ങളും കുറെ, എല്ലാവരും അല്ല, കുറെ പണിയൊക്കെ നോക്കി. പക്ഷെ ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങളുടെ പൊളിറ്റിക്കൽ നറേറ്റീവ് എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാം എന്ന് UDFനറിയാം. എല്ലാ വീട്ടിലും ഞങ്ങളത് എത്തിച്ചിട്ടുണ്ട്. അതിന്റെ പ്രതികരണമാണ് തെരഞ്ഞെടുപ്പ് ഫലം. തെരഞ്ഞെടുപ്പിന്റെ അജണ്ട മാറ്റാൻ വേണ്ടി ഒരുപാട് പേര് ശ്രമിച്ചു. ഞങ്ങൾ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പിന്റെ അജണ്ട UDF തീരുമാനിക്കും. UDF ആ അജണ്ട അനുസരിച്ച് UDFന്റെ പൊളിറ്റിക്കൽ നറേറ്റീവ് എത്തും. നിങ്ങൾ ഇന്നലത്തെ CPMന്റെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉള്ള ചർച്ചകളെ കുറിച്ച് കൂടി ഇടയ്ക്ക് അന്വേഷിക്കുക. ഈ KPCC യോഗം കൂടുമ്പോൾ അതിലെ വാർത്തയൊക്കെ എടുത്ത് പുറത്തേക്ക് കൊടുക്കണ്ടല്ലോ, ഉള്ളതില്ലാത്തതൊക്കെ. അതുപോലെ ഇന്നലെ സെക്രട്ടേറിയറ്റ് CPMന്റെ കൂടിയത് ഒന്ന് അന്വേഷിക്കുക. എന്തൊക്കെയാ അവർ ചർച്ച ചെയ്തത്? ഞാൻ എന്താ പറഞ്ഞത്? ടീം UDF ആണ്. ടീം UDF ഒറ്റ വാചകം ഞാൻ പറഞ്ഞിട്ടില്ല. വ്യക്തി കേന്ദ്രീകൃതമല്ല തെരഞ്ഞെടുപ്പ് വിജയം. ടീം UDF ആണ്. എന്നെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല ക്യാപ്റ്റൻ അല്ല, അദ്ദേഹം മേജറാണ്.